നമസ്കാരം. ബി.ജെ.പിയിൽ അംഗത്വം സ്വീകരിച്ചതിന് പിന്നാലെ തിരുവനന്തപുരത്തെത്തിയ പത്മജ വേണുഗോപാലിന് ഉജ്ജ്വല സ്വീകരണം. വിമാനത്താവളത്തിൽ വെച്ച് കേന്ദ്രമന്ത്രി വി മുരളീധരൻ, സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ, വി രാജേഷ് ഉൾപ്പെടെ നൂറുകണക്കിന് പ്രവർത്തകരാണ് പത്മജയെ വരവേറ്റത്. കൊട്ടും കുരവയും പുഷ്പവൃഷ്ടിയുമായാണ് പത്മജയ്ക്ക് സ്വീകരണം ഒരുക്കിയത്. മാരാർജി മന്ദിരത്തിൽ വെച്ച് ബി.ജെ.പി നേതാക്കൾക്കൊപ്പം പത്മജ മാധ്യമങ്ങളെ കാണും. പത്മജ വയനാട് മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിച്ചേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ മത്സരിക്കാൻ താല്പര്യമില്ലെന്ന് പത്മജ ദേശീയ നേതൃത്വത്തെ അറിയിച്ചതായാണ് വിവരം. അതേസമയം പത്മജയ്ക്ക് തൃശൂർ മണ്ഡലത്തിൽ നിർണായക റോള് നൽകിയേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. സുരേഷ് ഗോപിയുടെ വിജയത്തിനായി പത്മജയെ കളത്തിലിറക്കാനാണ് ബി.ജെ.പി തീരുമാനം. പത്മജയുടെ വരവ് ബി.ജെ.പിക്ക് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാമെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. പത്മജ തൃശൂരിൽ സുരേഷ് ഗോപിക്കായി പ്രചാരണത്തിനിറങ്ങുമെന്നും റിപ്പോർട്ടുകളുണ്ട്. സഹോദരൻ കെ മുരളീധരനാണ് തൃശൂരിലെ UDF സ്ഥാനാർത്ഥി എന്നാണ് റിപ്പോർട്ടുകൾ. പത്മജ വേണുഗോപാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്ന് ഭർത്താവ് ഡോക്ടർ വി വേണുഗോപാൽ അറിയിച്ചിട്ടുണ്ട്. ഇക്കാര്യം ബി.ജെ.പി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. കെ മുരളീധരനെതിരെ പ്രചാരണത്തിനിറങ്ങുമെന്നും ഇനി രാഷ്ട്രീയം ബി.ജെ.പി തന്നെയാണെന്നും വി വേണുഗോപാൽ പറഞ്ഞു. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, ഭേദമായി വരികയാണ്. അതിനാൽ എല്ലായിടത്തും ഓടി നടന്ന് പ്രചാരണത്തിന് ഇറങ്ങാൻ പറ്റില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പരാമർശത്തിനെ വി വേണുഗോപാൽ വിമർശിച്ചു. രാഹുലിന്റെ പാരമ്പര്യമാണ് അത്തരത്തിലുള്ള പരാമർശത്തിന് കാരണം. രാഹുലിനെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. തൃശൂരിലേക്ക് കെ മുരളീധരൻ സ്ഥാനാർത്ഥിയാവുകയാണെങ്കിൽ ബി.ജെ.പി ആവശ്യപ്പെട്ടാൽ ഉറപ്പായും പ്രചാരണത്തിനിറങ്ങുമെന്ന് വേണുഗോപാൽ വ്യക്തമാക്കി. ഇന്നലെ വൈകിട്ട് 6:30 ഡൽഹിയിലെ ബി.ജെ.പി ആസ്ഥാനത്ത് വെച്ചാണ് പത്മജ പാർട്ടി അംഗത്വം സ്വീകരിച്ചത്. കുറച്ചു വർഷങ്ങളായി കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ താൻ സന്തുഷ്ടയായിരുന്നില്ലെന്നും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുതൽ അതൃപ്തയാണെന്നും അവർ പ്രതികരിച്ചിരുന്നു. ഹൈക്കമാൻഡിന് നിരവധി തവണ പരാതി കൊടുത്തു. പ്രതികരണമുണ്ടായില്ല. ദേശീയ നേതൃത്വത്തെ കാണാൻ പോയിട്ടും കൂടിക്കാഴ്ചയ്ക്ക് സമയം ലഭിച്ചില്ല. അച്ഛന്റെ അതേ കൈപ്പേറിയ അനുഭവം കോൺഗ്രസിൽ തനിക്കുമുണ്ടായി. അതുകൊണ്ടാണ് പാർട്ടി മാറാൻ തീരുമാനിച്ചത്. ബി.ജെ.പിയോട് ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ലെന്നും പത്മജ പറഞ്ഞു. സാഗ് ന്യൂസ്, തിരുവനന്തപുരം. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പോകാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.